നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. കയ്യിൽ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുക. മുൻഷി പ്രേംചന്ദിൻ്റെ ഈദ്ഗാഹ് എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, എല്ലാവരും വായിക്കേണ്ടതാണ്. ഹമീദ് എന്നുള്ളൊരു കുട്ടിയുടെ കഥയാണ്. ഹമീദിന് മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അപ്പോൾ മുത്തശ്ശി ബുദ്ധിമുട്ടിയിട്ടാണ് ഹമീദിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈദ്ഗാഹ് വരികയാണ്. അപ്പോൾ ഹമീദിനോട് മുത്തശ്ശി പറഞ്ഞു, പോയിട്ട് പള്ളിയിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി നീ കുറച്ച് എൻജോയ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുത്തു. അന്നത്തെ കാലത്ത് ചെറിയൊരു എമൗണ്ട് കൊടുത്തു. അന്നൊക്കെ പൈസ മതി. അപ്പോൾ ഇവൻ വളരെ സന്തോഷത്തോടെ പോവുകയാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ കടകളുണ്ട്, പലതരത്തിലെ കളിപ്പാട്ടങ്ങളുണ്ട്, മെരുഗ് റൗണ്ട് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവനെതിലേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, പിന്നെ പോക്കറ്റിലേക്ക് നോക്കും. അവൻ്റെ ഉമ്മുമ്മയെ മുത്തശ്ശീനെ ഓർമ്മ വരും. വേണ്ട, പിന്നെ പൈസ ചിലവാക്കരുത്. അങ്ങനെ 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 അവൻ പോയിട്ട് ബലൂൺ വാങ്ങണ്ട, കളിപ്പാട്ടം വാങ്ങണ്ട, മെരുഗ് റൗണ്ട് കയറണ്ട, അങ്ങനെ വേണ്ടാതെ ഒന്നും പൈസ ചിലവാക്കിയില്ല. അവസാനം ഒരു ഇരുമ്പിൻ്റെ കടയിലെത്തി. കത്തിയും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടികളും മൺവെട്ടികളും ഒക്കെ വിൽക്കുന്ന ഒരു കട. അപ്പോൾ ഇവൻ്റെ ബഡ്ജറ്റിലേക്ക് നോക്കിയിട്ട് അവന് അതിന് പറ്റുന്ന ഒരു സാധനം അവൻ മുത്തശ്ശീനെ ഓർമ്മ വരികയാണ്. മുത്തശ്ശി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കൈ കൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈ പൊള്ളാറുണ്ട്. അപ്പോൾ ആ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിമട്ട എന്ന് പറയും, നമുക്കറിയാം ഫോസപ്സ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇരുമ്പിൻ്റെ സാധനം ചിമട്ട അതവിടെ കാണും.
അപ്പോൾ അവൻ ചോദിക്കും ഈ ചിമ്മട്ടയ്ക്ക് എത്ര വില എന്ന് ചോദിക്കും. അപ്പോൾ കടക്കാരനൊരു ഒരു എമൗണ്ട് പറയും, ഇവൻ്റെ കയ്യിൽ അത്രയില്ല. അപ്പോൾ പറയും കുറച്ചും കൂടി കുറയ്ക്കുമോ ചോദിച്ചു. അപ്പോൾ കുറച്ചും കൂടി കുറച്ചു, അത്ര എൻ്റെ കയ്യിൽ ഇല്ല, എനിക്കത് വേണമെന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അവൻ ബാർഗെയിൻ ചെയ്യും. അപ്പോൾ കടക്കാരന് പാവം തോന്നി. കടക്കാരൻ അവൻ്റെ കയ്യിലുള്ള പൈസ വാങ്ങിയിട്ട് അത് കൊടുത്തു. ഇവൻ സന്തോഷമായിട്ട് ഈ ചിമ്മട്ട ഇരുമ്പിൻ്റെ സാധനം കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കുകയാണ്, എല്ലാവരെയും കാണിച്ചു വിട്ടു. ഫ്രണ്ട്സൊക്കെ അതിനെ ബലൂൺ വാങ്ങുന്നു, കളിപ്പാട്ടങ്ങൾ വന്നിട്ടൊക്കെ വരികയാണ്, പൈസയൊക്കെ ചിലവാക്കിയിട്ട് ഐസ്ക്രീം തിന്നു. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹമീദ നിനക്ക് വേറൊന്നും കിട്ടിയില്ലേ, വല്ലവരും വാങ്ങുമോ ചിമ്മട്ട, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമാണോ ഇത് എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ഇവൻ പറയും നിങ്ങളുടെ ബലൂൺ കാണിച്ചാൽ ഞാനിപ്പോൾ അടിച്ച് പൊട്ടിക്കും ഇത് വെച്ചിട്ട്, എൻ്റെ കളിപ്പാട്ടം ഞാൻ ഇതിൻ്റെ മുമ്പ് യുദ്ധം ചെയ്യാൻ വാങ്ങും, ജയിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ തോന്നും ശരിയാണല്ലോ, ഇത് ഭയങ്കര സ്ട്രോങ് സാധനമാണല്ലോ, ഹമീദ ഞങ്ങൾക്കൊന്നും തരാം, വലിയൊരു പൈസയില്ലേ പിന്നെ വാങ്ങാൻ, ഞാൻ എൻ്റെ കളിപ്പാട്ടം തരാം, ഞാൻ എൻ്റെ ബലൂൺ തരാം, വേണ്ട ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഹമീദ് അവനെ വിജയശ്രീ ലാളിതനായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിൽ എത്തിയപ്പോൾ മുത്തശ്ശിയോട് പറയും, മുത്തശ്ശിയെ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും എന്താണത്, പല കാര്യങ്ങളും പറയും, കളിപ്പാട്ടാണോ തിന്നണ വല്ല സാധനമാണോ ഒന്നുമല്ല. എന്നിട്ട് പെട്ടെന്ന് ബാക്കിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും, ചിമ്മട്ട എന്ന് പറയും. ആ മുത്തശ്ശി ദേഷ്യം വരും. മുത്തശ്ശി ഒരു ഇത്രയും സമയം നീ വെറുതെ വേസ്റ്റ് ചെയ്ത് ഈ പൈസ നിൽക്കുന്ന നിനക്ക് വല്ല സന്തോഷിച്ചൂടെ, എന്തിനാ ഈ സാധനം വാങ്ങിക്കൊണ്ട് വന്നത്, അല്ലെങ്കിലോ നിനക്ക് ജീവിതത്തിൽ ഒരു സുഖമില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് സുഖിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അത് തന്നത്, നിനക്ക് അവിടെ പോയിട്ട് വല്ല ഭക്ഷണം വാങ്ങി കഴിച്ചുകൂടെ, അല്ലെങ്കിൽ കളിപ്പാട്ടം വാങ്ങിക്കൂടെ. അപ്പോൾ ഇവർ കരയാൻ തുടങ്ങി. അവൻ പറയും ഞാൻ ഓരോന്നും നോക്കുമ്പോൾ എനിക്ക് മുത്തശ്ശീനെ ഓർമ്മ വരിക, മുത്തശ്ശി ചപ്പാത്തി ചുടുമ്പോൾ കൈ പൊള്ളുന്ന എനിക്ക് ഓർമ്മ വന്നു, മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിയതാണ് എന്ന് പറയും. മുത്തശ്ശിക്ക് സന്തോഷമായിട്ട് കെട്ടിപ്പിടിക്കും. വലിയൊരു തീമാണ് അതിലുണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മുടെ സമ്പത്ത് എന്താണ് എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ സമ്പത്ത് എന്താണ്, നമ്മളെപ്പോഴും അതിലേക്ക് ശ്രദ്ധിക്കണം. നമ്മൾ കൊണ്ടുവന്ന സമ്പത്ത് നമുക്കറിയാം സ്നേഹമാണ്. ഈ സ്നേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ വന്നവരാണ് നമ്മൾ. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ സമ്പത്തിലേക്ക് നോക്കിയിട്ട് ഇത് അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് വിഡ്രോ ചെയ്യുക, എന്നിട്ട് ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് സമ്പത്ത്, അത് എപ്പോഴും അവൈലബിൾ ആണ്. കണക്ട് ചെയ്യുക, എന്നിട്ട് ആദ്യം ചെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇതാണ് കുട്ടികൾ പഠിക്കേണ്ടത്. എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഉള്ളിലേക്ക് കണക്ട് ചെയ്യാം. ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഈ സബ്ജക്റ്റിൻ്റെ അറിവ് ഞാൻ എങ്ങനെ ഉപയോഗിക്കണം, എൻ്റെ ജീവിതത്തിൽ ഓരോ സമയവും ഓരോ നിമിഷങ്ങളും ഞാൻ എങ്ങനെ ഉപയോഗിക്കണം, ഇത് നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഉദാഹരണം ഷെയർ ചെയ്യുന്ന കാര്യം, ദൂരദർശൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരിക്കൽ ക്ലാസ് റൂമിൽ കുട്ടികളൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പളുടെ റൂമിൽ നിന്ന് ദേഷ്യം വരും, ഇത്രയും ബഹളോ ഇൻ്റർവെൽ സമയത്ത്, ഒന്ന് പോയി നോക്കട്ടെ, വടി എടുത്തിട്ട് ചെല്ലുകയാണ് അടിക്കാൻ. അവിടെ ചെന്നപ്പോൾ കണ്ടെന്താണ്, ഒരു കുട്ടി ടിഫിൻ കൊണ്ടുവന്നിട്ടില്ല, മറ്റെല്ലാവരും കൂടി കോമ്പീറ്റ് ചെയ്തിട്ട് ഇവന് ഭക്ഷണം കൊടുക്കുകയാണ്. എൻ്റെ സാൻഡ്വിച്ച് കഴിക്കൂ, എൻ്റെ ചപ്പാത്തി കഴിക്കൂ. ഇപ്പോൾ ഹെഡ് മാസ്റ്റർക്ക് ഇത് മനസ്സിലായി. ഹെഡ് മാസ്റ്റർ ചിരിച്ചിട്ട് ഏകതാ ജിൻകോ ജോഡേ ഉസ്കോ കോൻ തോടേ എന്നാണ് ദൂരദർശൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. ഏകത്വം യോജിപ്പിക്കുന്നിടത്ത് ഞാൻ എന്തിനാണ് നശിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് ബഹളമാണ്, പക്ഷേ അടിയിലുള്ളത് സ്നേഹമാണ്. ഏത് പ്രവൃത്തിയിലും നമുക്ക് സ്നേഹം നിറയ്ക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സ്നേഹമാണ് നിറയ്ക്കേണ്ടത്, സ്നേഹമാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അപ്പോൾ ഓരോ നിമിഷത്തിലും സ്നേഹം നിറയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവാൻ തുടങ്ങും. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ, നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ബ്യൂട്ടിഫുൾ ആവാൻ തുടങ്ങും. നമുക്ക് എന്തെങ്കിലും സെൽഫിഷായിട്ട് പറയണം തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അത് അവരെ വേദനിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വേദനയുണ്ടോ, വേറെ ആൾ വേദനിച്ചാൽ ഞാനും വേദനിക്കും. നമ്മളവിടെ ഡിസാർമണി ഉണ്ടാവുകയാണ്. ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന വേദന എന്നെയും ബാധിക്കുന്നു. വീട്ടിലൊരു ബഹളം ഉണ്ടാക്കുമ്പോൾ ആ ബഹളത്തിൻ്റെ പ്രശ്നം എന്നെയും ബാധിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. നമ്മൾ ജയിക്കുമ്പോൾ ശരിക്കും നമ്മൾ തോറ്റു പോവുകയാണ്. നമ്മൾ തർക്കിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ദുഃഖം കാണുമ്പോൾ നമുക്ക് പിന്നെ ഇറങ്ങിപ്പോകാനാണ് തോന്നുന്നത്. അതൊന്നും നിൽക്കാൻ തോന്നും. തർക്കമുള്ള സ്ഥലത്ത് പിന്നെ തർക്കിച്ച് ജയിച്ച ആളും കൂടി നിൽക്കില്ല, ഇറങ്ങിപ്പോവും. ഒരു സന്തോഷം അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ളവർ ജയിക്കാനായിട്ട്, എല്ലാവർക്കും സന്തോഷം, അതാണ് മറ്റുള്ളവർ ജയിക്കാതെ. സ്നേഹം ജയിക്കാനായിട്ട് നമ്മൾ തോറ്റു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആ സന്തോഷം വരുന്നു.
ഇതാണ് നമ്മൾ നിമിഷങ്ങളിൽ നിറയ്ക്കേണ്ടത്. അതാണ് ത്യാഗം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. ത്യാഗബോധം. ത്യാഗം എവിടെയുണ്ടോ അതാണ് യജ്ഞഭാവം. യജ്ഞവും ത്യാഗവും ഒരേ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെവിടെ ആ യജ്ഞഭാവത്തിൽ ത്യാഗഭാവത്തിൽ പ്രവർത്തിക്കുന്നു അവിടെ ഞാനുണ്ടാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം. സ്നേഹം അവിടെ ഉണ്ടാവും. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് തിരിച്ചറിയുക, ആ സമ്പത്ത് വിതരണം ചെയ്യാൻ ഒരു മടിയും ഉണ്ടാവാതെ നമ്മളിവിടെ ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.